ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, നമ്മൾ ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളതാണ്. നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ് കോയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ബിറ്റ് കോയിൻ്റെ മാത്രമല്ല, എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ടോക്കൺസിൻ്റെ, കുറച്ച് ഓൾട്ട് കോയിൻസിൻ്റെയും അനാലിസിസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അധികം സമയം വേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് മന്ത്ലി ടൈം ഫ്രെയിമിൽ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്തിട്ട്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു പാരലൽ ചാനൽ ആഡ് ചെയ്യുകയാണ്. ഈ രീതിയിലുള്ളൊരു പാരലൽ ചാനൽ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഈ ഒരു പാരലൽ ചാനലിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പാരലൽ ചാനലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് മുൻ വർഷത്തെ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നിന്ന്, അല്ലെങ്കിൽ മുൻപ് ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായതിനു ശേഷം ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏകദേശം അതുപോലുള്ളൊരു പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഇപ്പോൾ പ്രൈസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്നും ഒരു 2017 ഡിസംബറിൽ ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 2018 ക്രാഷ് നമുക്കറിയാം ഈ രീതിയിലായിരുന്നു. ആ 2018 മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ 2021 മാർക്കറ്റ് ക്രാഷ് നമുക്ക് ഇവിടെ ഈ രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം പ്രൈസ് പോയിട്ടുള്ള, അത് 2018 മാർക്കറ്റ് ക്രാഷിന് ശേഷം പ്രൈസ് പോയിട്ടുള്ളത് ഈ രീതിയിലാണ്. ഇവിടെ നിന്ന് പ്രൈസ് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ആ ഒരു മിഡ് ലൈനിലേക്ക് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിഡ് ലൈനിൽ നിന്നും പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഈ ഒരു പാരലൽ ചാനൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം 2021 മാർക്കറ്റ് ക്രാഷിന് ശേഷം ഈ ഒരു പാരലൽ ചാനലിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഈ ഒരു പാരലൽ ചാനലിൻ്റെ ആ ഒരു സെൻറ്റർ ഏരിയയിൽ, ആ ഒരു സെൻറ്റർ ലൈനിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു. വീണ്ടും ഈ ഒരു പാരലൽ ചാനലിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുന്നു. ദെൻ അവിടെ നിന്നായിരിക്കും പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെ പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2018 ആ ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഈ ഒരു രീതിയിൽ പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ്, ഓക്കെ, ബിറ്റ് കോയിനിൽ ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ പാരലൽ ചാനലിൻ്റെ ഈ ഒരു സെൻട്രൽ ലൈനിലേക്ക്, ആ ഒരു മിഡ് ലൈനിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഒരു 68,000 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ്. ഓൾറെഡി നമ്മൾ ആ ഒരു സെൻട്രൽ ലൈനിലേക്ക്, ആ പാരലൽ ചാനലിൻ്റെ ആ ഒരു മിഡ് ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആൻഡ് അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള ഒരു റീട്രേസ്മെന്റ് പ്രതീക്ഷിക്കാം. ആൻഡ് ആ ഒരു റീട്രേസ്മെന്റ് നമുക്ക് ഈ ഒരു പാരലൽ ചാനലിലായിരിക്കും അവസാനിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ബുൾ റൺ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ, ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബിറ്റ് കോയിനിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് തൊട്ട് മുൻപുള്ള ആ ഒരു മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് നിന്നും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ള ആ ഒരു പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതായത് പ്രീവിയസ് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ് പ്രൈസ് പെർഫോമൻസ് ഈസ് നോ ഗ്യാരണ്ടി ദ ഫ്യൂച്ചർ റിസൾട്ട്സ് എന്നാണ്. അതായത് മുൻപ് ഇതുപോലെ സംഭവിച്ചു, അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും അതുപോലെ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് പക്ഷേ സാധ്യതകൾ പറയാം. ഓക്കെ, അത്തരത്തിലുള്ള സാധ്യതകൾ പറയാം, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മുൻപ് നടന്നിട്ടുണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ തന്നെ നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ സാധ്യതകൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ മന്ത്ലി ടൈം ഫ്രെയിമിൽ പറയാനായിട്ടുള്ളത്. ആൻഡ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുള്ള അതേ പാരലൽ ചാനൽ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് എണ്ണി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 ആഴ്ചകളായിട്ട്, കഴിഞ്ഞ 8 ആഴ്ചകളായിട്ട്
കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് മാത്രമാണ് ബിറ്റ് കോയിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. തൊട്ട് മുൻപ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ലെവലാണ്. ആൻഡ് ആ ഒരു ലെവൽ, ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു മാർക്കറ്റ് ക്രാഷോടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലാണ്, അതായത് മാർക്കറ്റ് ക്രാഷിന് കാരണമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തൊട്ട് മുൻപുള്ള കാര്യങ്ങൾ, തൊട്ട് മുൻപുള്ള ആഴ്ചകളിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ഒരു പുതിയ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് ഇവിടെ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു റീട്രേസ്മെൻറ്റ് എവിടം വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ തൊട്ട് മുൻപുള്ള നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലെവൽ തന്നെ എടുക്കാം. തൊട്ട് മുൻപ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ലെവലാണ്, പിന്നീട് അത് നൈസായിട്ട് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ലെവലിലേക്ക് തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു റീട്രേസ്മെൻറ്റ് സമയത്ത് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ആൻഡ് അവിടെ നിന്നായിരിക്കും പിന്നീട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രൈസ് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇനി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഇത്തരത്തിൽ പ്രൈസ് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ആയിരുന്നു. സോ ഒരു റീട്രേസ്മെൻറ്റ് വളരെ വളരെ അത്യാവശ്യമാണ്. റീട്രേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സാധിക്കുള്ളൂ. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലെ കാര്യങ്ങൾ ഇത്രയാണ്. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ലെവൽ എന്ന് പറയുന്നത് ഒരു 43,000 മുതൽ 42,000 വരെയുള്ള ഈ ഒരു ലെവലാണ് നമ്മുടെ ഗോൾഡൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൈസ് ഈ ഒരു ഗോൾഡൻ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ഫിബൊനാച്ചി 0.5 ലെവലിൽ വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ്റെ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇത് 0.786 ലെവലായിട്ടുള്ള ഈ ഒരു 42,000 എന്ന് പറയുന്ന ലെവലിന് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് 0.27 ലെവലിൽ, ഫിബൊനാച്ചി 0.27 ലെവലിന് തൊട്ട് താഴെയായിട്ട് നമുക്കതിൻ്റെ ടാർഗറ്റ് വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ഇവിടെ എൻട്രി എടുക്കരുത്. ഈ ഒരു ഗോൾഡൻ ലെവലിലേക്ക് എത്തിയതിന് ശേഷം പ്രൈസിന് കൃത്യമായിട്ട് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മളിവിടെ എൻട്രി എടുക്കാനായിട്ട്. ഞാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു എൻട്രി ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഐഡിയ മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ ഒരു ലോങ് പൊസിഷനുള്ള സാധ്യതയുള്ളത്. ഇനി അതല്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ലെവൽ, അതായത് 41,000 എന്ന് പറയുന്ന ഈ ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രൈസ് ഇവിടെ നിന്ന് ഈ രീതിയിൽ താഴേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തൽക്കാലത്തേക്ക് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ നോക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിലേക്ക്, അതായത് മുൻപ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവലിലേക്ക് തന്നെ പ്രൈസ് ഇറങ്ങിയതായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. സോ ഈ ഒരു ലെവൽ, ഈ 41,000 എന്ന് പറയുന്ന ലെവൽ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ബിറ്റ് കോയിൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ പിന്നെ തൽക്കാലത്തേക്ക് നോക്കാതിരിക്കുകയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ആൻഡ് നമുക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഈ ഒരു 38,000 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയതിന് ശേഷം വേണമെങ്കിൽ അവിടെ ലോങ് പൊസിഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബിറ്റ് കോയിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. മന്ത്ലി ടൈം ഫ്രെയിമിലായാലും അതുപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലായാലും ഫോർവേഡ് ടൈം ഫ്രെയിമിലായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന, നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബിറ്റ് കോയിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കുറച്ച് പ്രൈസ് മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബിറ്റ് കോയിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഓൾട്ട് കോയിൻസിൻ്റെ കുറച്ച്, ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഓൾട്ട് കോയിൻസിൽ ഞാൻ എന്തുകൊണ്ടാണ് അതെല്ലാം തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എപ്പോഴാണ് നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഓൾറെഡി നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് ആക്രോ USDT ആണ്. ആക്രോ എന്ന് പറയുന്ന ടോക്കൺ ആണ്. ആൻഡ് ഇപ്പോൾ
നമ്മൾ നിൽക്കുന്നത് അതിനൊരു ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിസെൻഡിങ് ചാനലിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഒരു ഡിസെൻഡിങ് ചാനൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ചാനലിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടുമാണ് പ്രൈസ് കൃത്യമായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ചാനലിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൈസ് ഈ രീതിയിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് അവിടെയായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ കുറച്ച് ഈ ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അത്തരത്തിലുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്രോ USDT ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം. ഇതാണ് നമുക്കിവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലോങ് പൊസിഷൻ ഉള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഒരു ഷോർട്ട് പൊസിഷൻ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നോക്കുന്നില്ല. വേണമെങ്കിൽ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഷോർട്ട് പൊസിഷൻസ് നോക്കുന്നില്ല. ഞാൻ ലോങ് പൊസിഷൻസ് ആണ് ഞാനിവിടെ നോക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. ബ്ലൈൻഡ് ആയിട്ട് ഇപ്പം തന്നെ ചാടി കയറിയിട്ട് ഞാൻ ട്രേഡ് എടുക്കില്ല. ആൻഡ് ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡിസ്കൗണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ആക്രോ USDT ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വാച്ച് ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ടോക്കൺ എന്ന് പറയുന്നത് ആൽഗോ USDT ആണ്. ഓക്കെ, അപ്പോൾ ആൽഗോ USDT ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഈ ആൽഗോ എന്ന് പറയുന്ന ടോക്കൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ആൻഡ് ഒരു റീടെസ്റ്റ് ഇവിടേക്ക് സംഭവിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോ ആണ്. ഒരു ഹൈ ആണ്, ലോ ആണ്, ആൻഡ് അടുത്ത ഹൈ ആൻഡ് അടുത്ത ലോ. ആ രീതിയിലുള്ള ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോ എന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും, ഈ ആൽഗോ USDT കിട്ടുന്നതായിരിക്കും. സോ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ലോങ് പൊസിഷൻസ് എടുത്തുകൊണ്ട് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം ആൽഗോ USDT ഉണ്ട്. സോ അതുകൊണ്ടാണ് ആൽഗോ USDT ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തതായിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ടോക്കൺ എന്ന് പറയുന്നത് ENS USDT ആണ്. ഓക്കെ, അപ്പോൾ ENS എന്തുകൊണ്ടാണ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് കൂടെ സംഭവിച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ്, ആ റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിന് മുകളിലാണ് പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. സോ പ്രൈസ് ഈ റെസിസ്റ്റൻസ് ലെവലിന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ പ്രൈസ് നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഇനിയും അവിടെ തന്നെ ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് ENSൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലായിരിക്കും ഞാൻ ഇവിടെ ENSൽ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ആണ്, ഒരിക്കലും ഒരു ഡേ ട്രേഡിംഗോ അല്ലെങ്കിൽ സ്കാൽപ്പിംഗോ ഒന്നുമല്ല. ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഞാനൊരു സ്വിംഗ് ട്രേഡർ ആയതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ടോക്കൺസ് ആയിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ പറയുന്ന പോലെ ഈ റെസിസ്റ്റൻസ് ലെവലിന് ഒരു $8 മുതൽ $8.451 മുതൽ $8.320 വരെയുള്ള പ്രൈസിന് മുകളിൽ തന്നെ ENS ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അടുത്തതായിട്ടുള്ളത് LTC ആണ്. LTC എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു അനാലിസിസ് ആണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. LTCയിൽ നമുക്ക് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും പ്രൈസ് ഒരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് LTCയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ വരും മാസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് LTCയിലും പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് LTC ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ എൻട്രി നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ടോക്കൺ OP USDT ആണ്. കാരണം OP USDTയിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ നമുക്ക് OP USDTയിലും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസ്, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് മുകളിലേക്ക് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലി നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു എൻട്രി എടുക്കുള്ളൂ. വളരെ ചെറിയ ക്യാൻഡിലൊക്കെയാണ് അവിടെ ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. സോ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അവിടെയും ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് OP USDT ഞാൻ അവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു ടോക്കൺ കോട്ടി USDT ആണ്. ആൻഡ് ഈ ഒരു കോട്ടി USDTയിൽ നമുക്ക് ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിൽ ഈ ഒരു ലോവർ ട്രെൻഡ് ലൈനിലേക്കോ അല്ലെങ്കിൽ അതിന് പുറത്തേക്കോ പ്രൈസ് വന്നാലും അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനും അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറാനുമായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻപ് റെസിസ്റ്റൻസ്
ആയിട്ട് ഇതിരുന്ന ഒരു ലെവൽ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഈ വരച്ചിട്ടുള്ള പോലെ തന്നെ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും ഈ ഒരു സപ്പോർട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് തിരിച്ച് മേലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ലെവലിലായിരിക്കും ഞാൻ എൻ്റെ എൻട്രി നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലോവർ ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ എൻ്റെ എൻട്രി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ അവിടെയും ഞാനൊരു എൻട്രി നോക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് അവിടെ എൻട്രി എടുക്കും എന്നല്ല പറയുന്നത്. കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു എൻട്രി എടുക്കുകയുള്ളൂ. സോ ബ്ലൈൻഡ് ആയിട്ട് ആരും തന്നെ എൻട്രീസ് എടുക്കാതിരിക്കാം. അപ്പോൾ ഇത്രയും ടോക്കൺസ് ആണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിലവിലുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ബ്ലൈൻഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കുറച്ച് ടോക്കൺസ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ആരും പോയി ട്രേഡ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എൻ്റെ അനാലിസിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.